സൈലം ലേണിംഗ് അനുജ മിസ്സാണ്. അപ്പോൾ മക്കളെ, ഇന്ന് മിസ് വന്നിരിക്കുന്നത് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി മിസ് ഒരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. നമ്മുടെ ചോദ്യം എല്ലാവരും ഒന്ന് ഉറക്കെ വായിച്ചോളൂ. പച്ചക്കറികളുടെ ഉപയോഗം അനുസരിച്ച് തരംതിരിക്കാം. നമുക്കൊന്ന് തരംതിരിച്ച് നോക്കിയാലോ. നമ്മളിങ്ങനെ ധാരാളം പച്ചക്കറികൾ കഴിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. ചിലപ്പോൾ നമ്മൾ പഴങ്ങളായിരിക്കും കൂടുതൽ കഴിക്കുന്നത്. എങ്കിലും എൻ്റെ മക്കളൊന്ന് അടുക്കളയിലൊക്കെ ഒന്ന് പോയി നോക്കിയാലോ. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഏതൊക്കെ പച്ചക്കറികളാണ് നമ്മൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നൊക്കെ. അപ്പോൾ എനിവേ, നിങ്ങളെല്ലാവരും വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ അവയുടെ പേരുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇനി നമ്മുടെ ചോദ്യം എന്താണ് മക്കളെ? പച്ചക്കറികളുടെ ഉപയോഗം അനുസരിച്ച് തരംതിരിക്കാം. എന്തിനൊക്കെയാണ് നമ്മൾ സാധാരണ പച്ചക്കറികൾ ഉപയോഗിക്കുന്നത്? അതൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് ഓർത്തെടുക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഒരു പട്ടികയൊക്കെ വരച്ചിട്ട് നിങ്ങളൊന്ന് തരംതിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉത്തരവും മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കാം. ഏറ്റവും ഫാസ്റ്റ് നമ്മൾ ഇലകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണ് എന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ കായകളുടെ കൂട്ടത്തിൽ നമ്മൾ ഏതൊക്കെ പച്ചക്കറികളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ആലോചിക്കുക. ഇനി മറ്റു ഭാഗങ്ങൾ ആയിട്ട് നമ്മൾ ഈ പച്ചക്കറികളുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വിടുക കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഇലകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണ്? ചീരയില, മുരിങ്ങയില, മത്തനില, ചേമ്പില, അതുപോലെ തന്നെ കുമ്പളമില, താളില, പയറില. ഇവയൊക്കെ നമ്മൾ ഇലകളുടെ കൂട്ടത്തിൽ പെടുത്തുന്ന പച്ചക്കറികളാണല്ലേ. അല്ലെങ്കിൽ ഈ പച്ചക്കറികളൊക്കെ നമ്മൾ ഇലക്കറികളായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്തത് കായകളും. അപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ പാവയ്ക്ക, മുരിങ്ങക്കായ, അതുപോലെ തന്നെ കോവയ്ക്ക, വഴുതന, അതുപോലെ താളില ഇവിടെ നമുക്ക് കൊടുക്കണ്ട അല്ലേ. താളില എന്ന് പറയുന്നത് ഇലകളുടെ കാറ്റഗറി നമുക്ക് ഉൾപ്പെടുത്താം. ഇനി വഴുതനങ്ങ, വെണ്ടക്കായ, പടവലങ്ങ, ഇതൊക്കെ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? കായകളുടെ കൂട്ടത്തിൽ വിഭാഗപ്പെടുത്തുന്ന നമ്മുടെ പച്ചക്കറികളാണ്. ഇനി അടുത്തത് നമ്മൾ ഈ മറ്റു ഭാഗങ്ങൾ, നമ്മളെല്ലാം ഈ പച്ചക്കറിയുടെ കായ തന്നെയാണ് ഉപയോഗിക്കുക എന്ന് പറയാൻ പറ്റില്ല അല്ലേ. അല്ലെങ്കിൽ ഒരു ചെടിയുടെ ഇലകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയാൻ പറ്റില്ല അല്ലേ. അതേസമയം നമ്മൾ മറ്റു ഭാഗങ്ങളും നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കും. അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന കുറച്ച് ഐറ്റംസ് ആണ് വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി, മുരിങ്ങപ്പൂവ്, ചേമ്പിൻ തണ്ട്, അതുപോലെ ചേനത്തണ്ട് മുതലായവ. അപ്പം നമ്മുടെ ചോദ്യം പോലെ തന്നെ പച്ചക്കറികളെ അവയുടെ ഉപയോഗം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? ഇത് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കുക, നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഇത് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും കൂടി മിസ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നില്ല. ബാക്കി ചോദ്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം കാണണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? വിവിധ തരത്തിലുള്ള പച്ചക്കറികളുടെ പേര് മനസ്സിലാക്കുക, അവയുടെ ചിത്രങ്ങൾ എൻ്റെ മക്കൾ ഐഡൻറ്റിഫൈ ചെയ്യാനും പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള കുറച്ച് ക്ലാസ്സും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.